ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കൊന്ത കെട്ടുന്നതാണ് കാണിക്കുന്നത്. കൊന്ത കെട്ടാന്ന് പറഞ്ഞാൽ ഇത് സാധാരണ കൊന്തല്ല കേട്ടോ. ഒരാൾ കുറച്ച് ബീഡ്സ് തന്നിട്ട് കെട്ടി തരുമെന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ ബീഡ്സ് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. കാരണം ഈ ബീഡ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ബീഡ്സ്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, ചെടിയും ഉണ്ടാവുന്ന ഒരു ബീഡ്സാണ്. പണ്ടൊക്കെ ഈ ചെടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ബീഡ്സൊക്കെ ഞാൻ പണ്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ എങ്ങും കാണാൻ കിട്ടണില്ല. ഈ ബീഡ്സ് കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ 59 മുത്താണ് നമ്മുടെ കൊന്ത കെട്ടാനായിട്ട് ആവശ്യം. അതിങ്ങനെ സൂചി വെച്ചിട്ട് നൂലിലേക്ക് കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. അവിടെ കൊന്ത കെട്ടണ നൂലുണ്ടായിരുന്നെങ്കിലും കനം കുറഞ്ഞ നൂലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ബീഡ്സിനും ഓരോ കനുള്ള നൂലുകളുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബീഡ്സിനെ കുറച്ച് കട്ടി കൂടിയ നൂലാണ്. അപ്പോൾ ഇതിങ്ങനെ മുത്ത് കോർത്തെടുത്തിട്ടുണ്ട് 59 എണ്ണം. അപ്പോൾ ഇതിങ്ങനെ കെട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 2 ചുറ്റിൽ കെട്ടിട്ട് കഴിഞ്ഞാൽ മുത്ത് ആ കെട്ടിൻ്റെ പുറമേ കൂടി ഇങ്ങനെ പോരും. കണ്ടതായത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. അതുകൊണ്ട് ഞാൻ 2 ചുറ്റുള്ളത് അഴിച്ചിട്ട് 4 ചുറ്റിട്ടാണ് ഇത് കെട്ടുന്നത്. അപ്പോൾ ഇവർക്ക് 2 മാല വേണമായിരുന്നു. ഒരെണ്ണം ഞാനപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ കെട്ടി, കനം കുറഞ്ഞ നൂലിലാണ് കെട്ടിയേക്കണത്. 4 ചുറ്റിട്ട് കെട്ടി. പിന്നെ രണ്ടാമത്തത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ കനമുള്ള നൂലുണ്ടായിരുന്നു, അതെടുത്തിട്ടാണ് കെട്ടിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്ന കൊന്ത രണ്ടാമത് കെട്ടിയതാണ്. കൊന്ത കെട്ടുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം. പിന്നെ കൊന്ത കെട്ടിയത് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം 10 മുത്ത് കെട്ടിട്ട് പോകുക, അതിന് ശേഷം ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഒരു മുത്ത് കെട്ടുക, പിന്നെ 10 എണ്ണം, അങ്ങനെ 5 പ്രാവശ്യമായിട്ട് കെട്ടണം. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് പോയി കണ്ടു നോക്കാം. ഈ മുത്ത് കണ്ടപ്പോൾ തന്നെ വൈറ്റ് നൂല് വെച്ച് കെട്ടണം എന്നായിരുന്നു ഞാൻ കരുതിയത്. പിന്നെ വൈറ്റ് നൂല് പെട്ടെന്ന് അഴുക്കാവണതുകൊണ്ട് വൈറ്റ് എടുത്തില്ല. പിന്നെ ഹാഷ് കളറ് മുത്തിന് ചേരുന്നതായിട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നിയത് ബ്ലാക്കാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് നൂലെടുത്ത് കെട്ടിയത്. ഇത് കെട്ടി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മുത്തിൻ്റെ ഒരു ഭംഗിയും നൂലിൻ്റെ ഭംഗിയും. പിന്നെ ഇതിൽ സ്റ്റീലിൻ്റെ കുരിശാണ് കൊടുത്തിരിക്കുന്നത്. കൊന്ത കെട്ടുമ്പോൾ മുത്തിൻ്റെ ഇടയിൽ വരുന്ന കെട്ടിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഈ കെട്ട് വരുന്നത്. അതിൻ്റെ ഭംഗിയാണ് ഈ കൊന്തയ്ക്ക് ശരിക്കും അറിയണത്. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഈ 59 മുത്തെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ എന്തോ കണക്കുണ്ട് കേട്ടോ അതിനെ. 59 എണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ജപമാല ആയിട്ടാണ് ഈ കൊന്ത എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെന്തോ പ്രത്യേകതയുണ്ട്, എനിക്കത് അറിയത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെന്താ, അങ്ങനെ 10 മുത്ത് വെച്ച് 5 പ്രാവശ്യം കെട്ടിക്കഴിഞ്ഞാൽ 10 മുത്തിൻ്റെ ഇടയിൽ ഓരോ മുത്തുകളും കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മുത്തും കൂടി അവസാനം കുരിശ് കെട്ടുന്ന ആ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ആ 5 മുത്തിൻ്റെ താഴെയായിട്ടാണ് കുരിശ് നമ്മൾ കെട്ടണത്. ആ 5 മുത്തിൽ ഒരെണ്ണം കെട്ടിയിട്ട് ഒരു ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് വേണം 3 മുത്ത് കെട്ടാൻ. പിന്നെ ഒരു ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് വേണം 1 മുത്ത് കെട്ടണം. അതിൻ്റെ താഴെയായിട്ട് കുരിശ് കെട്ടണം. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്നൊരു വള്ളിയുണ്ടല്ലോ, അത് നമ്മൾ ഉരുക്കി കളയാണ് ശരിക്കും ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഡീറ്റെയിൽ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അതിൽ A to Z വരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ എടുത്തൊന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 2 ചുറ്റിൽ കെട്ടിയേക്കണ മാലയാണ് ഈ കാണിച്ചേക്കുന്നത്. 4 ചുറ്റിൽ കെട്ടിയ മാല ഞാൻ അവിടെ വെച്ച് തന്നെ അവർക്ക് കൊടുത്തായിരുന്നു. നല്ല മാലയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കെട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ട് ഈ മാല കെട്ടിയപ്പോൾ. എന്ന് വെച്ചാൽ ബീഡ്സ് കടയിൽ നിന്ന് വാങ്ങിയതല്ലല്ലോ, ചെടി മെത്തേഡ് നാച്ചുറൽ ബീഡ്സായ എൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഇത്രയ്ക്കൊരു സന്തോഷം എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മോളെന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതൊരു ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.